അവിഹിതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആളുമാരോടാണ് എനിക്ക് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് പോകുന്നതാണ് ഒരു 34, ഒരു 27, അല്ലെങ്കിൽ ഒരു 35, ഒരു 30, അങ്ങനെ ഒരു രീതിയിൽ. നീയൊക്കെ എന്നാ സുഖത്തിന് വേണ്ടിയിട്ട് ഇവന്മാരെയൊക്കെ കൂടെ പോകുന്നത്, സ്വന്തം കുടുംബത്തിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട്. അതായത് ഈ കഴിഞ്ഞിടക്ക് തൂങ്ങി മരിച്ച ഹസ്ന എന്ന് പറയുന്ന ലേഡി, ഈ ലേഡി പഠിക്കാൻ പോകുന്ന ഇടയിൽ വെച്ചിട്ട് ഒരു ആൺസുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. അയാളുമായി പ്രണയത്തിലാവുന്നു. ഭർത്താവിനെ 3 മക്കളെയും ഉപേക്ഷിക്കുന്നു. യാദിലിൻ്റെ കൂടെ പോകുന്നു. യാദിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 27 വയസ്സാണ്. അപ്പോൾ അയാളുടെ കൂടെ പോകുന്നു. പിന്നെ ഇയാൾ ലഹരിക്ക് അടിമയെന്ന് അറിയുമ്പോഴത്തേക്കും കുറേ മറ്റ് വിക്രികളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അത് കുട്ടിയുടെ ഉമ്മയോട് വിളിച്ച് പറയുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത ദിവസമാണ് ഈ കുട്ടി മരിക്കുന്നത്. അതായത് തൂങ്ങി മരിച്ചെന്നാണ് പറയുന്നത്. പോയവൾ പോയി. ഇനി പോകാനിരിക്കുന്നവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ കൂടെ അവൻ ചാറ്റ് ചെയ്യാനൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ടെന്ന്. യഥാർത്ഥ പ്രണയമായിരിക്കുന്നു. നീ പക്ഷേ ഒരു കാര്യം കൂടി ആലോചിക്കണം. നിന്നെപ്പോലെ തന്നെ 10 പേര് അവിടെ വേറെയും ചാറ്റ് ചെയ്യാൻ അവനുണ്ടാകും. അതിൽ ഒരാൾ മാത്രമാണ് നീയെന്ന്. പിന്നെ നീയൊന്ന് അവൻ്റെ കൂടെ കിടന്നെഴുന്നേൽക്കുമ്പോൾ തീരാവുന്നേ ഉള്ളൂ നിന്റെ സൗന്ദര്യം. പിന്നെ നിന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ യൂസിൽ അവന് മടുക്കുമ്പോൾ അവനെ ഉപേക്ഷിക്കുന്നു. ഇതുപോലെ ഓരോയിടത്തും കെട്ടിത്തൂങ്ങിച്ചാത്തുന്നും അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി വീണെന്നും അങ്ങനെ ഓരോന്നും കേൾക്കാം. ഇങ്ങനെ നാറിയ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നിന്റെ കണ്ണിനെ, നിന്റെ ചുണ്ടിനെ, നിന്റെ മറ്റേടത്തിനെ മറിച്ചെടുത്തിനൊക്കെ വർണ്ണിക്കാൻ ആണുങ്ങളുണ്ടാകും. പക്ഷേ നിനക്ക് ഗിഫ്റ്റുകൾ തരാനും, നിനക്ക് ഡ്രസ്സും, നിനക്ക് ചുരിദാറും, നിനക്ക് മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാനൊക്കെ ആണുങ്ങളുണ്ടാവും. പക്ഷെ നിന്നെ സംരക്ഷിക്കാനോ നിന്റെ മക്കളെ പോറ്റാനോ ഇവനൊന്നും ഉണ്ടാവില്ല. നീ 10, 27 വയസ്സിനെയും 30 വയസ്സുള്ള ചെറുക്കന്മാരെയൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും നീ അതൊക്കെ ഒന്ന് ആലോചിക്കണം. ഇതൊക്കെ വെറും സമയം പോക്കിന് വേണ്ടി മാത്രമാണ്. നീയൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ പയ്യന്മാരുടെ കൂടെ പോകാൻ നേരത്ത് നീയൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലേറ്റവും കൂടുതൽ നാണം കിടന്ന് നിൻ്റെ മക്കൾ തന്നെയായിരിക്കും. പിന്നെ ഭർത്താവും, അത് ഒബ്വിയസ്ലി ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് നിൻ്റെ മക്കളും കൂടി ആയിരിക്കും. അത് നീ ഒന്ന് ശരിക്കും ആലോചിച്ചിട്ട് വേണം നീ ഇങ്ങനെ ഓരോ മറ്റേ പരിപാടിക്ക് പോണത്. നീ ആഗ്രഹിക്കുന്ന പോലെ കൂളിംഗ് ഗ്ലാസും വെച്ച് ഫ്രീക്കനായിട്ട് ജീൻസ് വിട്ട് കട്ട താടിയും വെച്ച് നടക്കാൻ പറ്റിയെന്ന് വരില്ല അദ്ദേഹത്തിന്. നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് നീ എന്ന് ആലോചിക്കണം. അപ്പം കണ്ടവന്മാർക്ക് വേണ്ടി തുണി അഴിച്ചിട്ട് കൊടുക്കുന്നവന്മാർ ഓർക്കാം. നിനക്കുള്ള പെട്ടികളും കൂടി നീ ഓർഡർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ റെഡിയാക്കി വെച്ചിട്ട് വേണം നീ അവന്മാരുടെ കൂടെ പോകാനായിട്ട് റെഡിയാകുന്നത്. ഓക്കെ.